നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. ഏവർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് എനേബിൾ ചെയ്യുകയും ചെയ്യുക. വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം പറയുന്നത് ഏപ്രിൽ 2024 തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ വിഷുഫലങ്ങളാണ്. ഈ വിഷുഫലങ്ങൾ ജാതകർക്ക് ഏതൊക്കെ രീതിയിൽ അനുഭവത്തിൽ വരും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. രാശിചക്രവും ഗ്രഹസ്ഥാനങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടി ആവർത്തിക്കുന്നു. കൊല്ലവർഷം 1199, മീനം 19 തുടങ്ങി മേടം 17 വരെയാണ് ഈ സമയം പറയുന്നത്. ഈ സമയം ആദിത്യൻ്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് മീനം മേടം രാശികളിലായിട്ടായിരിക്കും. ഈ ഏപ്രിൽ മാസത്തിൽ പൂർണ്ണമായും രേവതി അശ്വതി ഞാറ്റുവേലകളും ഭാഗികമായി ഭരണി ഞാറ്റുവേലയും സംഭവിക്കുന്നൊരു സമയമാണ്. സൂര്യൻ്റെ ഉച്ചരാശിയായ മേടവും അത്യുച്ചമായ മേടപ്പത്തും ഈ മാസം ഏപ്രിലാണ് വരുന്നത് എന്നുള്ളതാണ്. ശനി മൂലക്ഷേത്രമായ കുംഭം രാശിയിൽ സഞ്ചരിക്കുകയും ഏപ്രിൽ 5 കഴിഞ്ഞിട്ട് ശനി ചതയത്തിൽ നിന്നും മാറി പൂരുരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ച് തുടങ്ങുകയുമാണ് ചെയ്യുന്നത്. മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലാണ് ഇപ്പോൾ വ്യാഴൻ്റെ സഞ്ചാരം. ഏപ്രിൽ പകുതിയോടെ വ്യാഴൻ കാർത്തിക നക്ഷത്രത്തിൽ എത്തിച്ചേരുന്നതാണ്. ഏപ്രിൽ അവസാനത്തോടെ മേടം രാശിയിൽ വ്യാഴൻ്റെ വാർഷിക സഞ്ചാരം പൂർത്തിയാക്കുന്നതുമാണ്. മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ വ്യാഴം ഇടവ രാശിയിൽ സംക്രമിക്കുകയും ചെയ്യും. ഇതാണ് നക്ഷത്ര ഗ്രഹസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷുഫലങ്ങൾ തൃക്കേട്ട നക്ഷത്രത്തിന് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്വദേശത്തുള്ള കാര്യപരിപാടികളിൽ ഉത്സവങ്ങളുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ ആഘോഷങ്ങളുമായി സംബന്ധിക്കുന്ന ഉത്സവാദി കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനായേക്കാം. കൂടാതെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മൂലവും സ്വന്തം നാട്ടിലേക്ക് മടങ്ങുവാനുള്ള ശ്രമം വരുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുമ്പോൾ സ്വദേശത്തെ ഉത്സവാദി കാര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊക്കെ നാട്ടിൽ വരണമെന്ന് പറഞ്ഞാൽ വിദേശത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് നിൽക്കുന്ന ജാതകരെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. 4-ാം ഭാവത്തിലും 5-ാം ഭാവത്തിലും പാപഗ്രഹങ്ങൾ ശക്തമാകുന്ന ഒരു സമയമാണ്. ശക്തരായി നിൽക്കുന്ന 4-ാം ഭാവത്തിലെയും 5-ാം ഭാവത്തിലെയും ഗ്രഹങ്ങളെന്ന് പറയാൻ പാപഗ്രഹങ്ങളാണ്, ശക്തരായിട്ടാണ് നിൽക്കുന്നത്. അതുകൂടാതെ അതുമൂലം തന്നെയാണ് മനോവൈഷമ്യം ഏറെ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ സമയം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം മനോവിഷമങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമത്തിൽ പരമാവധി ഊർജം ചിലവാക്കേണ്ടി വരും. അത്രയും പ്രയത്നിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഊർജ്ജവ്യയം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പുതിയ തുടക്കക്കാർക്ക് നവസംരംഭങ്ങൾക്കും വലിയ തോതിലുള്ള മുതൽ മുടക്കിനും ഏപ്രിൽ ആദ്യ പകുതി അനുഗുണമല്ല എന്നുള്ളതാണ്. പുതുതായി തുടങ്ങുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ധനവ്യയം നടത്തുന്നതൊക്കെ ഗുണകരമായി ഭവിക്കില്ല, ദോഷങ്ങളാവും എന്നുള്ളത് ഓർമ്മയിൽ വയ്ക്കുക. എന്നാൽ കലാകാരന്മാർക്കെല്ലാം നല്ല അവസരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ സമയം. ഔദ്യോഗികമായി മേടമാസവും ഏപ്രിൽ 2-ാം പകുതി കൂടുതൽ പ്രയോജനകരമാകും. കുറേ നാളായി കാത്തിരുന്ന കാര്യങ്ങൾ നടത്താനാകും. സാമ്പത്തികമായും മെച്ചപ്പെടുന്നതാണ്. എന്നീ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതായിരിക്കും. നമ്മുടെ എതിരെ നിൽക്കുന്നവരെ പ്രതിയോഗികളെ എന്ന് പറയാം, പ്രതിയോഗികളെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാനാവും, തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. കിടന്നു പോയ രോഗങ്ങളാൽ അവശതയിൽ കിടന്നുപോയ കിടപ്പ് രോഗികൾക്ക് ചികിത്സാ മാറ്റത്താൽ ആശ്വാസം വന്നത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചികിത്സയിൽ നിന്നും മാറി മറ്റ് ചികിത്സയിലേക്ക് പോകുമ്പോൾ അതുവഴി ആശ്വാസങ്ങൾ വന്നെത്തും എന്നുള്ളതാണ് പ്രത്യേകമായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്. നക്ഷത്രക്കാർക്ക് ഒരു മനസമാധാനം അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിൽ വരുന്ന യാഥാർത്ഥ്യങ്ങളെ അതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കണം. എന്നാൽ മാത്രമാണ് സമാധാനം ഉണ്ടാകുന്നത് എന്നൊരു കാര്യം പറയുന്നു. പിന്നെ പൂർവ്വസ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനുള്ള ഒരു സാധ്യത വന്നു ചേരും.
നല്ല ആൾക്കാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറായിരിക്കും. ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാൽ സർവ്വ കാര്യങ്ങൾക്കും വിജയം നേടും. ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ വിജയം നേടുവാൻ സാധിക്കുന്നുള്ളൂ. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുവാൻ നിർബന്ധിതരാകും എന്ന കാര്യങ്ങളും ഈ അവസരത്തിൽ ഓർക്കുക. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് എല്ലാ കാര്യത്തിനും ഈ സമയത്ത് അശ്രാന്ത പരിശ്രമം വേണ്ടി വരും. പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കുവാൻ പ്രത്യേക ജാഗ്രത വേണം. പിന്നെ നടപടികളിൽ കൃത്യത പാലിക്കുക. വിരുന്ന് സൽക്കാരങ്ങളിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഏൽക്കാതിരിക്കുവാനുള്ള മുൻകരുതൽ എടുക്കുക. പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആലോചിക്കുക. അതിനു വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ ആരംഭിക്കും. അത് കൃഷിപരമായിട്ടും ആവാം, അല്ലാതെ ബാക്കിയുള്ള ബിസിനസ് പരമായിട്ടും ആവാം. വിദേശത്ത് താമസിക്കുവാൻ നടപടികൾ, വിദേശത്ത് പോകാനുള്ള നടപടികൾ ആരംഭിക്കുവാനുള്ള തുടക്കം കുറിക്കും. വാഹനാപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. ഉപരിപഠനത്തിനോ ജോലിക്കോ ആയിട്ടുള്ള വിദേശ വിദ്യാലയ യാത്രയും അല്ലാത്ത യാത്രയിലൊക്കെ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുകയും അതുവഴി അപേക്ഷകൾ സമർപ്പിക്കുകയും പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ വിഷുഫലങ്ങൾ വരുന്നത്. വളരെയേറെ മെച്ചമുള്ള ഫലങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തീരെ ഗുണകരമല്ലാത്ത ഫലം എന്നും പറയാൻ പറ്റില്ല. ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയം തന്നെയായിരിക്കും. മനോവിഷമങ്ങൾ കുറച്ച് കൂടിയിരിക്കും. അധികമായി കുറച്ച് പ്രവർത്തനങ്ങൾ, അധികമായിട്ട് കാര്യങ്ങൾ നേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ട, പരിശ്രമിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഈശ്വര പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും കൊണ്ട് കാര്യങ്ങൾ ഏകദേശം നേരെയാക്കി എടുക്കാം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ തന്നെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനാവശ്യമായ കേൾവികൾ കേൾക്കേണ്ട ഒരു സാഹചര്യം വരും. അതായത് അപരാധം കേൾക്കാൻ ഇടവരുകയും ചെയ്യും. ആ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുക തൃക്കേട്ട നക്ഷത്ര ജാതകർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ തൃക്കേട്ട നക്ഷത്രത്തിന് വരുന്ന വിഷുഫലങ്ങൾ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നുന്നുവെങ്കിൽ, വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു, വീഡിയോ ഉപയോഗപ്രദമായിട്ട് തോന്നുന്നുവെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സമയം കിട്ടുന്നത് പോലെ എല്ലാ മെസ്സേജുകൾക്കും മറുപടി കൊടുക്കുന്നതാണ്. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.